Oh, such a pretty one. അവളാണ് കൊള്ളാം. ഞാനൊന്ന് മുട്ടിയിട്ട് വരാം. ഡാ, അറിയാത്ത സ്ഥലമാണ്, വെറുതെ പണിയൊന്നും വാങ്ങിച്ചു കൂട്ടാൻ നിൽക്കണ്ട. പക്ഷേ ഗോവയിൽ വന്നിട്ട് ഇതൊക്കെ ഒരു ഫണ്ണല്ലേ. നീ ഇവിടെ ഞാനിപ്പോൾ വരാം. ഞാൻ വാഷ്റൂം പോയിട്ട് വരാം. അല്ല, കിരണേട്ടനോട്? ഓ, പുള്ളിക്കാരൻ്റെ ഫ്യൂസ് എപ്പോഴേ പോയി. ആ, നീ പോയിട്ടോ. അതെ, മതിട്ടോ, നീ ഇപ്പൊ തന്നെ കുറച്ച് ഓവറാ. ഓ, പിന്നെ ആരാ പറയുന്നത്? ഞാൻ ഓവറൊന്നും അല്ല. ആ, ബെസ്റ്റ്. ഐഷ്, ഈ ചെക്കൻ. ഞാൻ പോട്ടെ. Hey beautiful, what's your name? Please move. എനിക്ക് പോണം. ഓ, അപ്പൊ മലയാളിയാണ്. നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ, ആ പേരിലെ ഞാൻ ചോദിച്ചുള്ളൂ, അതെന്ന് പറ. തന്നോടല്ലേ വഴിന്ന് മാറാൻ പറഞ്ഞേ. ഓരോന്ന് ഇറങ്ങിക്കോളും. അവിടെ നിക്കടോ, ചേട്ടൻ ചോദിക്കട്ടെ. Let's have some fun. Do, how dare you? നിന്നെ ഞാൻ വാട്ട് എന്ത് ചെയ്യും? What are you gonna do? അത് ചോദിക്കാൻ സാറാണോ? ബോയ്ഫ്രണ്ട്? മൈൻഡ് യുവർ ഓൺ ഡാം ബിസിനസ്. അൺലെസ് ഇവളുടെ നിന്ന് കിട്ടിയൊന്നും പോരാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ. ഓ, ചെല്ലിയോട് ഞാനൊന്ന് വെറുതെ മുട്ടി നോക്കിയതല്ലേ. കൊള്ളാൻ. നീയാര്? അവളുടെ മറ്റാണോ? ഷീ ഫ്രീക്കൻ സ്ലാപ്ഡ് മീ. അപ്പോൾ തിരിച്ചൊന്നും ചെയ്യാണ്ട് ഞാൻ ആണാണെന്ന് പറഞ്ഞ് ഗോവേട്ടോ, അതെനിക്ക് കണക്കിടല്ലേ. നിന്റെ പ്രശ്നം എന്താന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ കൈകൊണ്ടല്ലേ നിങ്ങൾ തൊട്ട് നീ ഒന്നോടെ തൊട്ട് നോക്കും. ആൻഡ് വാട്ട് ഡു യു സേ? നീ ഒരു ആണായതുകൊണ്ട്, ഒരു വുമണെ ഡിസ്റെസ്പെക്ട് ചെയ്തുകൊണ്ടല്ല ഞാൻ ആണെന്ന് കാണിക്കാം. I'll show you what a real man looks like. വേണ്ട, അവൾ വിളിക്കുമ്പോൾ ഉടനെ അങ്ങ് പോവുക. നീ ഇത്രയൊക്കെ പറഞ്ഞല്ലേ, തിരിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ തരണ്ടേ? സത്യം പറയാലോ, നീ ഒട്ടും പോരാ. നിന്നെയൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ വേണ്ട വേണ്ട അന്നേ. ഓക്കെ, കുഴപ്പമൊന്നും ഇല്ലല്ലോ? തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ?
ആ ഞാനൊക്കെ പോവാം. സ്റ്റോപ്പ് ദ കാർ. ഒരു മിനിറ്റ്. എന്താ എന്ത് പറ്റി? വെറുതെ ചുമ്മാ, മഴയൊക്കെ അല്ലേ. ആഹാ പോകുന്നു. എന്റെ പൊന്നു വെച്ച് വല്ല പണിയും പിടിക്കുക. ഇന്നിങ്ങനെ ബോറിംഗ് ആവില്ലേ? ഇന്ന് വന്നേ. കഴിഞ്ഞ ദിവസം കുടിച്ചിട്ടാണെങ്കിൽ ഒരു സാധനം എടുത്തിട്ട് പോയി. അത് ഞാൻ തീർച്ചയായിട്ടും let me fall. But your lips undress me, hooked on your tongue. Love your kisses deadly, don't stop. I love it when you hold me, señorita. I wish I could pretend I didn't need ya, but every touch is ooh la la la. It's true la la la. Ooh, I should be running. Ooh, you know I love it when you call me señorita. I wish it wasn't so damn hard to leave ya, but every touch is ooh la la la. It's true la la la. Ooh, I should be running. Ooh, you keep me coming for ya, for ya. തേക്കിരണേ. ഒരു വയസ്സിന് മൂത്തൊന്നും ഞാൻ നോക്കില്ല. ഒരു അച്ചണങ്ങ് വെച്ചേരും. നീ ആ ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചേ. നീ ഇത് കാണുന്നില്ലടാ പൊട്ട, നമ്മുടെ പെങ്ങളാ. എവിടെന്നോ വന്നൊരുത്തിന് അവളുടെ ഒപ്പം കയറി നടക്കുന്നു. നീ ഒന്ന് റിയാക്ട് ചെയ്യാത്തെ? ആ ഇപ്പൊ എന്റെ തലയ്ക്കായോ? എടാ അവരവരുടെ വഴിക്ക് പോകുന്നു, ഞാൻ എന്റെ വഴിക്ക് പോകുന്നു, നീ അത് നോക്കി നിൽക്കുന്നു. ഇതിനകത്ത് ഇത് എന്താ പ്രശ്നം? ഉണ്ടെങ്കിൽ നീ ആയിട്ടെന്നാ വെച്ചാ ചെയ്യും, ഞാൻ എന്ത് ചെയ്യാനാ? അതേ അവര് പോകുന്നു. എനിക്കിത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നീ അവളുടെ മൂത്ത ചേട്ടനല്ലേ, ഇങ്ങനെ റിയാക്ട് ചെയ്യാതൊക്കെ ഇരിക്കാന്ന് പറഞ്ഞാ നീ എന്തോ ഓർപ്പിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് പറയടത്തേണ്ടി. എടാ അത് പിന്നെ എന്നാ ഞാൻ പറയുന്നത് നീ ഒന്ന് സമാധാനത്തോടെ ഇരുന്ന് കേൾക്കണം. വേണ്ടടാ നീ ഒന്നും പറയണ്ട, എനിക്ക് ഒന്നും കേൾക്കണ്ട. നീയൊക്കെ എന്നെ മണ്ടനാക്കി ഇവിടെ എന്തോ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, എനിക്ക് മനസ്സിലായി. ഒന്നില്ലേലും ഒരേ ഡയപ്പർ യൂസ് ചെയ്ത് വളർന്ന ആൾക്കാരില്ല നമ്മൾ. ആ കൺസിഡറേഷൻ എങ്കിലും വേണ്ട. ഇനി നമ്മൾ തമ്മിലൊരു ബന്ധമില്ല, നീ മിണ്ടണ്ട.
ആ ബെസ്റ്റ് പറയാൻ പോയപ്പോ വേണ്ടെന്ന്. ഇവനൊക്കെ ഇത് എവിടെ നിന്ന് കുറച്ച് ബുദ്ധികളുണ്ടെങ്കിൽ മണ്ണബുദ്ധിയെങ്കിലും വിളിക്കായിരുന്നു. ആടാ വിളിക്കടാ വിളിക്ക്, ഞാനിത് കൂടെ കേൾക്കാനേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആ കല്യാണം കഴിക്കായിരുന്ന കൊച്ചിനെ കൊണ്ട് ഗോവയ്ക്ക് ഒളിച്ചോടി വന്ന് ഒരു 10 ദിവസം ഇവിടെ എൻജോയ് ചെയ്തിട്ട് പോവാന്ന് വെച്ചപ്പോ കഥയില്ലാത്ത വേറൊരു ലവ് സ്റ്റോറിയുടെ ഇടയിൽ കൂടെ കുത്തിക്കയറ്റുന്നു. ഇതൊക്കെ എവിടത്തെ, ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. എടാ പൊട്ട, അതല്ലേ ഞാൻ നേരത്തെ പറയാൻ പോയത്. ഗുരുവായൂർ പോയിരുന്ന കൊച്ചിന് നമ്മൾ ഗോവയ്ക്ക് കൊണ്ടുവന്നൊക്കെ ശരിയാ, പക്ഷെ അതിന്റെ ഇടയിൽ ഓ അപ്പൊ ഞാൻ ചോദിച്ച പോലെ നീയൊക്കെ തന്നെയായിരുന്നു എന്റെ പിന്നില് അല്ലേ? സാർ നീ ആളെ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാനിപ്പോ വരാം. ഓക്കെ, നീ നേരെങ്കിൽ ദേവി കത്തോടെ ഓടാതിരിക്കി. ഞാനുണ്ട്. ഓടിയ കർത്താവാണെ വെടിവെച്ചിട്ട് ഞാൻ ഇടറത്തില്ല. ഓടാനോ? ആരോടാൻ? അല്ല അമ്മാവനെ പോന്നു. ഓ ഞാൻ വന്നിട്ട് 10-45 കൊല്ലമായി. ഈ കോമഡി വഴുത്ത് നാശമായിട്ടും 10-45 കൊല്ലമായി. ദേ സീരിയസ് ആയിട്ട് കഥ പോകുമ്പോ അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഒരു ചളി അടിച്ചോണ്ടല്ലോ. ആ ഓ ആയിക്കോട്ടെ. ആ നീയൊക്കെ കൂടെയാണല്ലോ എന്റെ കൊച്ചിന്റെ ജീവിതം തകർത്തെ. അല്ല ഞാനല്ല. ഓ ഇടം മലവാഴേ മരമല്ലെങ്കിൽ വാഴ ഒന്ന് ഉറപ്പിക്കണം പട്ടി. ഞാനിവിടെ സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞിരിക്കണം. എനിക്കൊരു മരവാഴ, നീയൊന്നും മരവാഴല്ല. നീയൊക്കെ ഒന്നും പറയണ്ട. ഞാൻ എവിടെ എന്റെ കൊച്ചി? അവളുടെ ജീവൻ നശിപ്പിച്ചിട്ട് ഇരിക്കണ്ടില്ല രണ്ടും കൂടെ. എന്റെ കൊച്ചെവിടെയെന്ന്? അയ്യോ രവിയണ്ണൻ. ആ ഇഷു വാ പോവാ. അല്ല അച്ചാത്ത ഞാൻ വേണ്ട ഒന്നും പറയണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു, അതൊക്കെ ഞാൻ മറന്നു. വാ ഇപ്പൊ പോവാ. അല്ല പപ്പ, അത് പിന്നെ ഞാനിപ്പോ വരുന്നില്ല. ഇഷു നീ ഒന്ന് വണ്ടി കയറി, നിന്നെ കൊണ്ടുപോകാൻ ഞാൻ വന്നത്. ഇവിടെ നടന്നു കഴിയുമെന്ന് ഞാൻ ചോദിക്കുന്നില്ല, അതൊക്കെ നിങ്ങളുടെ അറിവില്ലായ്മയും തമാശയായിട്ട് ഞാൻ എടുത്തോളാം. പപ്പ എനിക്ക് ഒരാളിഷ്ടം. അവിടെ ഒന്ന് വീണ്ടും ഒരുങ്ങിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. തെറ്റാന്നറിയാം, സോറി. ഇതിപ്പോ എവിടെന്നാ പെട്ടെന്നൊരു ഇഷ്ടമൊക്കെ? അന്നിങ്ങനെയൊന്നും ഇല്ല നീ പറഞ്ഞോണ്ടല്ലേ കല്യാണമൊക്കെ ഉറപ്പിച്ച. പിന്നെ ഇതിപ്പോ എവിടെന്നാ? വെറുതെ കള്ളം പറയണ്ട ഇഷു. പിന്നെ അന്നത്തെ വെറൈറ്റി സ്നാക്ക് എനിക്കിഷ്ടായി, നീ കഴിച്ചു നോക്കിയേ. ഇയാള് ഞാൻ എവിടെയോ രവിയണ്ണൻ. ദക്ഷിത്ത് മോൻ എന്താന്ന്? ഇതാടാ പൊട്ട, ഞാൻ നിന്നോട് നേരത്തെ പറയാൻ നോക്കിക്കൊണ്ടിരുന്നേ. അതെ, അഥർവ് ദക്ഷിത്ത്. അത് ഞാനാ. അതെ ഞാനാണല്ലോ. രണ്ടും നീയാ? അതെങ്ങനെ ശരിയാവും മോളെ? അത് പിന്നെ ഇവനാണ് ഞങ്ങൾ നിനക്ക് വേണ്ടി കല്യാണിപ്പിച്ച് ഒളിച്ചോടിപ്പോയ അച്ചയ്ക്ക്. അതും ഞാൻ തന്നെയാണല്ലേ? ഞാനാ. അല്ല ഞാനല്ലേ ഒളിച്ചോടിയത്? എന്നാ ഈ മണ്ടനും ഒളിച്ചോടി. ഓ മൈ ഹോളി ഫ്രീക്കിംഗ് ജീസസ്. എടാ അഥർവ് ദക്ഷിത്തെ, അപ്പൊ നിനക്കൊക്കെ നേരത്തെ അറിയായിരുന്നോ? അങ്ങനെയൊക്കെ ചോദിച്ചാ നീ അന്ന് ദക്ഷിത്തെന്നും പറഞ്ഞു ആ ചെക്കൻ്റെ ഫോട്ടോ അണിച്ചപ്പോ എനിക്ക് മനസ്സിലായി. സത്യങ്ങളെല്ലാം ബോധിപ്പിക്കാൻ 10 മിനിറ്റ് ഞാൻ നിനക്ക് തരാം. ഇല്ലേ രവിയാണെങ്കിലും കണ്ണെടുത്ത് ഞാൻ പൊട്ടിക്കും. മാതാവാണീ പൊട്ടിക്കും. മര്യാദയ്ക്ക് പറഞ്ഞോ. ചൂസ് യുവർ ഓപ്ഷൻ. എന്താ വെച്ചാൽ നിനക്ക് തീരുമാനിക്കും. അല്ല പറഞ്ഞാ പോരെ? അത് പിന്നെ കല്യാണക്കാരും വീട്ടിൽ വന്നപ്പോ എനിക്കാണെ ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. പ്രേമിച്ച് കല്യാണം കഴിക്കാന്നുള്ളത് എൻ്റെ ഒരു അന്ത്യാഭിലാഷമായിരുന്നു. പിന്നെ നേരിട്ട് കാണാൻ എന്തോ ഡേറ്റൊക്കെ വെച്ചപ്പോൾ എസ്കേപ്പ് ആവാൻ ഞാൻ എൻ്റെ ബുദ്ധിയുള്ള പൊട്ടനായിട്ടുള്ളൊരു കസന കിട്ടു. മണ്ടൻ ഉണ്ണിക്കുട്ടനാണേലും മുടക്കണേന് പകരം കല്യാണം ഫിക്സ് ആക്കിയിട്ട് വന്നു. അപ്പോൾ പിന്നെ ഒളിച്ചോടാനല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടായില്ല. പിന്നെയാണ് ഇവിടെ എത്തണതും നിങ്ങളുടെ കാറടിക്കണതും. അതൊക്കെ
അന്ന് പിന്നെ ഇവിടെ ഫോണിൽ ഉണ്ണിക്കുട്ടൻ്റെ പിക്ക് കാണിച്ചപ്പോഴാണ് എൻ്റെ കല്യാണം ഉറപ്പിച്ചത് ഇവളായിട്ടായിരുന്നു എന്ന് എനിക്ക് കത്തണേ. ഓ വാട്ട് എ ട്രാജിക് സ്റ്റോറി. അല്ല അപ്പൊ കിരൺ എങ്ങനെ മനസ്സിലായി നിന്നെ? അത് പിന്നെ എൻ്റെ ഗേൾ ഫ്രണ്ട് ഇവൻ്റെ ചേച്ചിയ, അവൾ എന്നോടെല്ലാം പറഞ്ഞു. പിന്നെ കാര്യങ്ങൾ വളരെ പോകുന്നു ഞാനും നോക്കാന്ന് വെച്ചു. കറക്റ്റായിട്ടാകുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലും വന്നു നിന്നു. പിന്നെ എന്തായാലും കല്യാണം ഉറപ്പിച്ച പിള്ളേരല്ലേ, പ്രേമിക്കണമെങ്കിൽ പ്രേമിച്ചോട്ടെ എന്ന് വെച്ച് ഞാനങ്ങ് സപ്പോർട്ടും ചെയ്തു, അത്രേ ഉള്ളൂ. ആ കൊള്ളാം. ഇതിൻ്റെ ഇടയിൽ ഇതൊന്നും അറിയാണ്ട് മണ്ടനായിട്ട് ഞാനും. വെരി നൈസ്. അപ്പോൾ നിനക്കും പെണ്ണായി, ഇവനും പെണ്ണായി, ഇവക്കൊരാണുമായി. എനിക്കൊന്നും ഒന്നും ആവാത്ത പോട്ടെ അളിയാ, സാരമില്ല. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയം ഉണ്ടല്ലോ. നീ മിണ്ടരുത്, നീ ഇപ്പോൾ സിംഗിളല്ല, അതുകൊണ്ട് നിനക്കിവിടെ വോയിസ് ഇല്ല. പിന്നെ എങ്ങനെയാ കാര്യങ്ങൾ? അല്ല രവിയണ്ണ, എന്നാലും ഇങ്ങനെ എന്തിനും ഇത്ര കഷ്ടപ്പെട്ട് ഇവളെ കൊണ്ട് അറേഞ്ച് മാരേജ് ചെയ്യിപ്പിക്കായിരുന്നേ? അത് പിന്നെ ഞാൻ പ്ലാൻ ചെയ്ത ലവ് ആഫ്റ്റർ മാരേജാ. കേട്ടിട്ടില്ലേ നമ്മുടെ വാട്ട്പാഡില് തേസ് കുക്കിയുടെ ഒക്കെ പോലെ? അതന്നെ അമ്പടാ വാട്ട്പാടൊക്കെ വായിക്കോ കൊച്ചു കള്ളൻ. അപ്പൊ ആ ട്രാക്ക് രവിയണ്ണൻസ് ഡൽഹിയില്. അല്ല കുഴപ്പമൊന്നുമില്ല, ഇതിപ്പോ മാരേജ് ആഫ്റ്റർ ലവ്, ചെറിയൊരു ചേഞ്ച്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല അപ്പൊ പിന്നെ എങ്ങനെയാ തുടങ്ങല്ലേ? പിന്നെ അല്ലാതെ തുടങ്ങണ്ടേ? അയ്യ എന്താ ഒരു ശുഷ്കാന്തി. എന്നാലും തുടങ്ങണം. കല്യാണ സദ്യക്ക് വെച്ച പായസം ഇപ്പോഴും ഇവളുടെ അമ്മ എനിക്ക് ചൂടേക്ക് തന്നുകൊണ്ടിരിക്കുക. അതൊന്ന് തീർക്കണം. പിന്നെ എന്തിനാ അമ്മാവാ ഞാനിവിടെ നിൽക്കുന്നേ? എന്നാലും ഈ പായസം അതിലൊന്നൊന്നര സാധനമാ. ബിയർടിച്ചാൽ പോലും ഇത്രയും ഫിറ്റ് ആവത്തില്ല. അപ്പം പിന്നെ റെഡിയല്ലേ? ഇപ്രാവശ്യം ഒളിച്ചോണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇല്ല, അടുത്ത വിളിച്ചേട്ടാ നമുക്ക് ഒരുമിച്ചേക്കാം. പിന്നെന്താ ആവാലോ. അപ്പോ മിസ്സസ് അദർവാവൻ റെഡിയാണോ? ഓൾവേസ് റെഡി. മോൾക്കച്ഛനോട് ദേഷ്യമുണ്ടോ? പെൺമക്കളുള്ള എല്ലാ അച്ഛന്മാരും ടെൻഷനാടാ, സേഫായിട്ട് മക്കളെ കൊടുക്കുക എന്നുള്ളത്. അച്ഛന് നീ മാത്രമല്ലേ ഉള്ളൂ. അതാ ഞാൻ സോറിടാ, നിന്റെ പൂർണ്ണ സമ്മതമില്ലാതെ പപ്പ ഒന്ന് അതെല്ലാം ചെയ്ത്. അതുകൊണ്ട് നീ ഇവിടേക്ക് പോകുന്നതിന് പപ്പയ്ക്ക് ഇപ്പോൾ ദേഷ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പം എല്ലാം ശരിയല്ലേ? പപ്പയ്ക്കകത്ത് മതി. എൻ്റെ മോള് ഹാപ്പി ആയിട്ടിരിക്കണം. അയ്യേ എന്തിന്? നീങ്ങ വന്നേ. പക്ഷേ നീ ഇവിടെ എന്ത് പൊടിയാ, വെറുതെ മനുഷ്യയോട് കരയിപ്പിക്കാനായിട്ട്. അയ്യേ നീങ്ങ വന്നേ. അല്ല എല്ലാവരും വന്നേ. അപ്പൊ ഇനി കല്യാണത്തിന് വെക്കല അല്ലേ? അതെ അതെ.
യശു, ഞാൻ കേട്ടട്ടെ. കെട്ടിക്കോ.
എനിക്ക് വയ്യ. അവസാനം എന്റെ പിള്ളേര് വിവാഹിതരായി. അയ്യോ, ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കുമെന്നോ. ആ, നിന്നെ ഞാൻ കാണാനിരിക്കുമായിരുന്നു. നീ എവിടെ പോയി കിടക്കുമായിരുന്നു? നേരത്തെ കണ്ടില്ലല്ലോ. ഓ, അത് പിന്നെ അപ്പുറത്ത് വെൽക്കം ഡ്രിങ്ക്. ആ ബെസ്റ്റ്, അത് തീർത്ത് കാണും പോയിട്ട്. ഏയ് ഞാനോ? അതൊക്കെ പോട്ടെ. എന്തത് ഷർട്ടും കൊണ്ടാക്കിട്ട് മലയാളി മങ്കനായിട്ടുണ്ടല്ലോ. പിന്നെ അല്ല. ഞാൻ പിന്നെ പണ്ടേ പൊളിയല്ലേ. ആ, ചെറിയൊരു മെനയൊക്കെ ഉണ്ട് കാണാൻ. അല്ല, ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, എവിടെ പോയി? ആ, ഡെസേർട്ട് സെക്ഷനിൽ വല്ലതും കാണുമായിരിക്കുമല്ലേ. ഓ, അവൻ അവളൊപ്പം എന്ത് ഡെസേർട്ട്. ദോ വരുന്നു നിന്റെ മൂത്ത് നിറച്ച സഹോദരൻ. ആഹാ, ദോ കപ്പിൾസ് രണ്ട് ഒരുമിച്ചാണല്ലോ വരവൊക്കെ. Oh my God, എന്റെ നാത്തൂൻ. അയ്യോ ഓടിക്കോ. എന്താടാ? ഓ, ഇതിനായിരുന്നു. നിനക്കീനെ എവിടെ നിന്ന് കിട്ടിയെന്നാ പറഞ്ഞ? ഇൻസ്റ്റഗ്രാം. ഓ, അവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. നാത്തൂ, എന്നെ മനസ്സിലായോ? പിന്നെ നാത്തൂനല്ലേ, എനിക്കറിയാം. അമ്പടി കൊച്ചു കള്ളി, മനസ്സിലാക്കി കളഞ്ഞു. അല്ല, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലല്ലോ. ഞാൻ ആദ്യ അതർ ഞങ്ങള് സിബ്ലിങ്സ്. അതെ. അല്ല എൻ്റെ മോളെ, നീ ഇത് കേൾക്കണം. ഞാൻ പറയാം. ഇവനെ അന്ന് കല്യാണത്തലേന്ന് എന്നോടൊന്ന് പറയാ, ഞാൻ പോവാ ചേച്ചിന്ന്. ഹോ, ഞാനങ്ങ് ഇല്ലാണ്ടായില്ലേ. പിന്നെ അനയല്ലേ, കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഗോവയ്ക്ക് ടിക്കറ്റ് ഒക്കെ എടുത്തങ്ങ് പറഞ്ഞയച്ചു. എൻ്റെ കുഞ്ഞ്, ഇതൊക്കെ അറിയിട്ടങ്ങ് തലകറങ്ങി വീഴായിരുന്നതാ. പിന്നെ കല്യാണത്തിന്റെ ഫുഡൊക്കെ ബാക്കിയാവുമല്ലോ, അതൊക്കെ കഴിക്കണ്ടേ. അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്തു. കുറച്ച് വെള്ളം കുടിക്കട്ടെ. അല്ലേ ചേച്ചി, കുഞ്ഞാരാ? മോളാണോ? മോളോ? നോ 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 നോ. ഇൻഫാക്ട് ഞാൻ മാരീഡ് പോലും അല്ല. പക്ഷെ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, കിരൺ. നീ ഉള്ളതും പറഞ്ഞില്ലേ? എന്ത്? ഇല്ല, ഇതിനോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോഴും കത്തിയിട്ടില്ല. എന്നാലും ഇപ്പൊ ആദ്യം അവളെ പറഞ്ഞൊക്കെ മനസ്സിലാക്ക്. ഞാൻ പോട്ടെ. വെയിറ്റ്, ഇന്ന് ഇത് കുറച്ചിട്ടോ. ചത്തർക്കണം ചമ്മഞ്ഞെടുക്കണം എന്നാണല്ലോ. ചാമ്പെങ്കിലും സുന്ദരനായിട്ട് പൊക്കോടാ. ശരി എന്നാ. കറക്റ്റ് നിന്റെ ചേച്ചി തന്നെ. ഇതേപോലത്തെ അവതാരങ്ങൾ ഇനിയുണ്ട് എഴുന്നള്ള. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഞങ്ങളുടെ കുഞ്ഞി. അവളിങ്ങനെയൊന്നല്ല. ഓ, അപ്പോ ഒരെണ്ണമെങ്കിലും ഉണ്ടോ നോർമലായിട്ടുള്ളത്? അവള് ഞങ്ങളെയൊക്കെ അറിയാം. ഓഹോ, വെരി നൈസ്, ആസ് എക്സ്പെക്ടഡ്. എടാ, ഇതെന്തിട്ടത്? ഓഫായി പോയാ? ഇവനെന്തൊരു മാതിരി ഇഞ്ചി അടിച്ച എക്സ്പ്രസിനുണ്ടെന്ന്. എന്ത് പറ്റി? എടാ, ഈ വടക്കൻ കേരളത്തിൽ വരുന്നൊരു പ്രത്യേകതരം തെക്കൻ കാറ്റില്ലേ, നിനക്ക് കിട്ടിയില്ല? എന്തോ? എടാ പൊട്ട, അത് വടക്കൻ കേരളത്തിൽ വരുന്ന പ്രത്യേകതരം പാതിരാക്കാറ്റ്. തട്ടത്തിമരത്തിലെ ഡയലോഗല്ലേ, ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ അവിടെ കാറ്റ്. ഓ മാങ്ങാ തൊലി, മൂട് കളയൊന്നും മിണ്ടാതിരിക്കടാ. അവന്റെ ഒരു, എന്റെ പൊന്നെ, ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്നാലും
something. അയ്യോ, ഐ ആം സോറി. അയ്യോ, അതെ, എക്സ്ക്യൂസ് മീ. യെസ്, യു ആർ എക്സ്ക്യൂസ്ഡ്. ഓ എൻ്റെ കൃഷ്ണ. വാട്ട്? എക്സ്ക്യൂസ് മീ? യെസ്, ഓഫ് കോഴ്സ് യു ക്യാൻ കിസ് മീ. കിസ്? വാട്ട്? ഒരു നായ്ക്കള്. പോയോ? ആ, സാരില്ല, ഞാൻ പിടിച്ചോളാം. സാറങ്ങനെ അധികം പിടിക്കണ്ട കേട്ടാ. ഐഷ്, ഇവൻ ഇതെവിടെ നിന്ന്? ഓ, അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇങ്ങനെ വെറുതെ. കൊള്ളാല്ലേ? മണ്ട കൊള്ളണ്ട, അധികം നീ അങ്ങ് കൊള്ളിക്കല്ലേ. എടാ കോഴിക്കുഞ്ഞെ, നിന്റെ കണ്ണ് ആ കൂട്ടിക്ക് വേണ്ട. അതെന്റെ പെങ്ങളാടാ പൊട്ടാ. ആ, അതും തേഞ്ഞ്. നിനക്ക് വേറെ ആരെയും പെങ്ങളാക്കാൻ കിട്ടിയില്ലേടാ ഒളിയോ. പെങ്ങളെങ്കിൽ പെങ്ങള്, ഇത് മറ്റുള്ളവരെ പോലെ ഒന്നല്ലടാ. എനിക്ക് ട്രൂല പിടിച്ച്. അതിന് മുന്നേ നിന്നെ ഞാൻ അടിക്കും. ഓ ഹലോ, നീ എന്റെ പെങ്ങളെ കെട്ടിയില്ലേ? അപ്പൊ ഇരിക്കട്ടെ റിവെഞ്ച്. നിന്റെ ഞാനും കെട്ടും, നോക്കിക്കോടാളിയാ. അല്ല, അത് പിന്നെ അത് വേറെ. പാവ എന്റെ കുഞ്ഞി, അവളുടെ ഒരു വിധി. കുഞ്ഞി കൊള്ളാം, കുഞ്ഞിസി എന്ന് വിളിക്കാം. ഓ, മ്ലേച്ഛകാരം, അത്രയും വെറുപ്പിക്കല് വേണോളിയാ. അയ്യോ, എടാ നാണില്ലാത്തവനെ, നീ യേശുവിനെ ഇച്ചിമോളെ എന്ന് വിളിച്ച ഒലിപ്പിച്ചുകൊണ്ട് നടന്നിരുന്നേ. ദേ അളയാ, നീ ഒരു മറ്റേടത്തെ പരിപാടിയാണ് കേട്ടോ. ഇതൊരുമാതിരി കമ്പയർ ചെയ്ത് ഇത് കുറച്ച് കൂടുന്നുണ്ടേ. എടാ മോനെ, ഈ പ്രേമം, പ്യാർ, കാതൽ, ഇഷ്ക്, മുഹബത്ത് എന്നൊക്കെ പറയുന്നത് ക്രിഞ്ചാണ് എന്ന് വിചാരിച്ച് ഇവിടെ എല്ലാവരും പ്രേമിക്കാൻ നടക്കുന്നുണ്ടോ? ഇല്ല, അതാണ്. ഓ ആയിക്കോട്ടെ, ലവ് ഗുരു. ഇനി നീ അവളെ കുഞ്ഞീന്ന് വിളിച്ച് വെറുപ്പിക്കാൻ നിൽക്കണ്ട. അവളുടെ പേര് സാക്ഷി എന്നാ. സാക്ഷി? അരെ വാ. സാക്ഷി, അർണവ്, അർണവ്, സാക്ഷി. ഓ, എനിക്ക് വയ്യ. മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ. ഐ എം കമ്മിങ് കുട്ടാ. നിന്നെ ഞാനങ്ങ് എടുക്കുക. അളിയാ, നീ എന്നെ അനുഗ്രഹിക്കണം. പോയിക്കോ പോയിക്കോ. എന്റെ പൊന്നു കുഞ്ഞി, പാവാടിയുടെ ചെക്കൻ, നീയാണെന്ന് മൈൻഡാക്കുന്നേ. എന്താടാ ചേട്ടാ, ജാട കുറച്ച് കുറഞ്ഞു പോയോ? സാരമില്ല, നമുക്ക് കൂട്ടാലോ. തക്കടുവാങ്ങി ചുടിചുടു, ചേട്ടന് നോക്കി ചിരിച്ചേ. അടക്കല്ല, കള്ളിയാണോ? എന്തിനാ ചിരിച്ചിയുടെ കണ്ണു? ഐഷ്, ഈ കുറിപ്പ് സമ്മതിക്കൂല. ഇതെന്താ ചിരിക്കാത്ത? ഇംപ്രസ് ചെയ്യാൻ നോക്കുവാണല്ലേ? കൊള്ളാം, ആള് തിരക്കേടില്ല. അയ്യോ, തേ ചിരിച്ച്. ഗ്രീൻ സിഗ്നൽ. എനിക്ക് വയ്യ. ഈ കുറിപ്പ് തിരിച്ചില്ലെന്താ? അവിടെ തിരിച്ചല്ലോ, അത് മതി. മിഷൻ സക്സസ്ഫുൾ. അങ്ങനെ എന്റെ ഭാവം പൂക്കാറായി. അറിയാ, ഇവൻ എന്തീ ഫോൺ എടുക്കാത്ത? എവിടെ പോയി കിടക്കുവാണോ എന്തോ.
ഇതാരെയാ വിളിക്കുന്നത്? അന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മറ്റേ കസിൻ ഉണ്ണിക്കുട്ടൻ അന്ന് മറ്റേ ഡേറ്റിനൊക്കെ വിട്ടത്. അവൻ ഫോൺ എടുക്കുന്നില്ല, കല്യാണത്തിന് വന്നില്ല, തേണ്ടി എവിടെ പോയെന്തോ. ഓ അത് അല്ല, ജാനും വന്നില്ല കല്യാണത്തിന്. അവളോടെ പോയി. ഏട്ടത്തി നിങ്ങളറിഞ്ഞ നമ്മൾ ഉണ്ണിക്കുട്ടിനെ വിളിച്ചോടി. അന്ന് ചേച്ചിയാന്ന് പറഞ്ഞ ഡേറ്റ് വന്ന കൊച്ചില്ലേ, അവളുടെ പേരെന്തായിരുന്നു? ജാനു. ആ കൊച്ചിന്റെ ഒപ്പം. ഓഹോ, ആഹാ, ദൈവം വിളിക്കുന്നു. എടാ അരേ വാ, വെറൈറ്റീസ് ഓഫ് തെറികൾ. പെട്ടെന്ന് പഠിക്കുന്നോ അതൊക്കെ? നീ വല്ല കോച്ചിങ്ങിന് പോകുന്നുണ്ടോ? ബൈ അളിയാ, ഞാനൊന്ന് ചെറുതായിട്ട് വിളിച്ചോടിട്ടോ. എന്നാ ചെയ്യാനാ, അന്ന് ഇവളെ കണ്ടപ്പോ തന്നെ എനിക്ക് അങ്ങ് ഇഷ്ടായി. അന്ന് ഞാൻ കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്തു. പിന്നെ ഓർത്ത് ഡേറ്റ് എൻ്റെ അല്ല നിന്റെയാണ്. പിന്നെ നിന്റെ പെണ്ണും അങ്ങനെ ഒരു പണി ഒപ്പിച്ചോണ്ട് എനിക്കൊരു ഗുണം ഉണ്ടായി. എന്റെ ജാനുവിനെ കിട്ടിയല്ലോ. പിന്നെ ഞങ്ങൾ ചിലടത്ത് രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്തു കേട്ടോ. ഇപ്പൊ ഇവിടെ ഗോവയില. എന്നാ ഒരു ചൂട്, ഹണിമൂൺ കം ഒളിച്ചോട്ടം എന്നൊക്കെ പറയാം. ഗോവയാ? ബേബി കം ഓൺ, നീ ഇവിടെ എന്തെടുക്ക? വേഗം വാ. ഫൈനലി ലൈറ്റ്സ് ഓഫ്, കർട്ടൻ ഡൗൺ. നമ്മുടെ പരിപാടി കഴിഞ്ഞില്ലേ? ഗുരുവായൂർ ടു ഗോവ എക്സ്പ്രസ് ഇവിടെ. ഇല്ല, കഴിഞ്ഞിട്ടില്ല, ഒരു സീൻ കൂടി ഉണ്ട്. ഓഹോ, എന്നാ വേഗം ആവട്ടെ. അങ്ങനെ ഞാനും മരണവും കിരണമല്ല, ഞങ്ങളുടെ ലോകത്തേക്ക് 3 പേരോട് ഇടിച്ചേറി വന്നു. നോട്ട് എവറിത്തിങ്സ് പ്ലാൻഡ്, സംതിങ് ജസ്റ്റ് ഫാൾസ് ബെറ്റർ അല്ലേ ഞങ്ങളുടെ ജീവിതത്തിലത്. It wasn't the plan, but it was perfect. ഞങ്ങളിപ്പോ പോകുന്നത് ഒരു വലിയ യാത്രയ്ക്കാണ്. ഒളിച്ചോട്ടൊന്നല്ലാട്ടോ, ഒരേപോലെ കുറേ മണ്ടത്തരം ചിന്തിച്ചു കൂട്ടുന്ന കുറച്ചു പേര് പോകുന്ന ഒരു യാത്ര. ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നൊന്നും എനിക്കറിയില്ല, എന്നാലും മെയ്റ്റ് നെവർ എൻഡ് അല്ലേ? ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ നിങ്ങളുണ്ടായി. അതിന് ഒരുപാട് താങ്ക്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് എന്ന് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ഇഷിക ദീക്ഷിത്.
ആ അത് തന്നെ ഹോസ്പിറ്റലിലെ ടാനാണ്. ഞങ്ങളൊക്കെ മിസ് ചെയ്തോ? ആ എന്ത് പറയാൻ എൻ്റെ മാഷേ. അല്ലേലും നമ്മളും മാവിയിലൊക്കെ ഒരേ വേലിംഗല്ലേ, വല്ലപ്പോഴും ഒരിക്കലൊക്കെ വന്നങ്ങ് പോവാ. പക്ഷെ വരുമ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് വരണം, അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഞാനെന്ത് ഉദ്ദേശിച്ചത് നിങ്ങൾക്കറിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇട്ടിട്ട് പോകുന്നതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ. എപ്പിസോഡ് വളരെ നേരത്തെയായി പോയോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. ആ ജീവിതമൊക്കെ വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ടോണോ എന്നറിയില്ല. എന്തായാലും സമയം ഒട്ടും കിട്ടുന്നില്ല. എന്നാലും ഞാൻ ഈ 4-5 മാസമൊക്കെ ഇരുന്ന് കഷ്ടപ്പെട്ട് ചെയ്തല്ലേ, ഒന്ന് ഹൈപ്പൊക്കെ ചെയ്തോ. ആ അത്ര വലിയ സംഭവം ഒന്നുമില്ലേലും എങ്ങനെ ഉണ്ടായിരുന്നു പറയണം കേട്ടോ. നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ ഒന്ന് മടിക്കാണ്ട് പറയണം, ഓക്കെ? അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ലൽസല, ദിസ് ഇസ് ഹോസ്പിറ്റലിലെ ടൈം സൈനിങ് ഔട്ട്.